സങ്കല്പിച്ചു നോക്കൂ. ലോകത്തെ ഏറ്റവും വലിയ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം. ഒരു വശത്ത് ഇറാന്റെ മിസൈൽ കരുത്ത്, മറുവശത്ത് സൗദി അറേബ്യയുടെ സ്വാധീനം. ഈ സംഘർഷത്തിനിടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരികയാണ്, പാകിസ്ഥാൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 12, 2026. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ റാണ സനാവുള്ള നടത്തിയ ആ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യ ആവശ്യപ്പെടുന്നതിന് മുൻപേ ഞങ്ങൾ അവിടെ ഉണ്ടാകും. 24 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് ലോകം മറ്റൊരു ഭീതിയിലാണ്. പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യഘട്ട സൈനിക വിഭാഗത്തെ സൗദിയിലേക്ക് അയക്കാൻ ഉത്തരവിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദിക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ ചുട്ടുപൊള്ളിക്കുമ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന ഈ സൈനിക നിലപാട് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ എങ്ങനെയാണ് മാറ്റി വരയ്ക്കാൻ പോകുന്നത്? ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. പാകിസ്ഥാൻ വെറും ഒരു വാഗ്ദാനമല്ല നൽകുന്നത്. പാകിസ്ഥാൻ വളരെ വ്യക്തമായൊരു സന്ദേശമാണ് ഇറാനും ലോകത്തിനും നൽകുന്നത്. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേരെ എന്ത് ഭീഷണി ഉണ്ടായാലും പാകിസ്ഥാൻ സൈന്യം കൂടെ ഉണ്ടാകും. ഇതിനെ കേവലം ഒരു സൗഹൃദ വാഗ്ദാനമായി മാത്രം കാണാൻ കഴിയില്ല. ഒരു ന്യൂക്ലിയർ പവർ എന്ന നിലയ്ക്ക് അവർ സൗദിക്ക് നൽകുന്ന സംരക്ഷണം ഇറാന് വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ്. സൗദി അറേബ്യയിലെ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള വിശുദ്ധ നഗരങ്ങളുടെ സംരക്ഷണം ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇറാൻ, ഇസ്രായേൽ, US സംഘർഷത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഇന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് അസറ്റ്സ് സൗദിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചന. ഹൗസ് ഓഫ് സൗദ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് കരാർ പാകിസ്ഥാൻ ഇപ്പോൾ പ്രായോഗികമാക്കിയിരിക്കുകയാണ്. മിസൈൽ കരുത്ത്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ LY-80, HQ-16 മീഡിയം റേഞ്ച് മിസൈലുകളും FM-90 ഷോർട്ട് റേഞ്ച് മിസൈലുകളും തോളിൽ വെച്ച് തൊടുക്കാവുന്ന ആൻസ MK-3 മിസൈലുകളും സൗദിയിൽ വിന്യസിച്ചു. അതുപോലെ ട്രൈ സർവീസസ്, ത്രിതല സേന, കര, വ്യോമ, നാവിക സേനകളിൽ നിന്നുള്ള സൈനികർ ഇപ്പോൾ സൗദി സൈന്യത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ പാകിസ്ഥാന്റെ 2 IL-78 MP ചരക്ക് വിമാനങ്ങൾ കറാച്ചിയിലെ മസ്റൂർ എയർബേസിൽ നിന്ന് നിരന്തരമായി സൈനികരെയും ആയുധങ്ങളെയും സൗദിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും കടവുമാണ് പാകിസ്ഥാനെ നിലനിർത്തുന്നത്. രണ്ടാമതായിട്ട് സൗദിയുമായുള്ള അവരുടെ പ്രതിരോധ കരാറാണ്. ഹോർമസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലാണ്. സൗദിക്ക് പിന്തുണ നൽകുന്നതിലൂടെ തങ്ങളുടെ എണ്ണ വിതരണവും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുക എന്നൊരു ഹിഡൻ അജണ്ട കൂടി പാകിസ്ഥാനുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സൈനിക ശക്തിയും സാമ്പത്തിക താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, ഒരു മിലിറ്ററി ഇക്കണോമിക് നെക്സസ് ആണിത്. ഇനി ഇറാൻ എന്ന അയൽ രാജ്യത്തെ പിണക്കിയിട്ട് പാകിസ്ഥാൻ എന്തിനാണ് സൗദിയെ സഹായിക്കുന്നത്? ഇതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. സാമ്പത്തിക കടപ്പാട്. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് സൗദിയുടെ നിക്ഷേപങ്ങളാണ്. റിയാദിലെ സെൻട്രൽ ബാങ്കിലുള്ള സൗദിയുടെ $3 ബില്യൺ പിൻവലിച്ചാൽ പാകിസ്ഥാൻ ഇന്ന് തകരും. അടുത്തത് ഊർജ്ജ സുരക്ഷയാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ പാകിസ്ഥാൻ കടുത്ത എണ്ണക്ഷാമത്തിലാണ്. പകരമായിട്ട് സൗദിയിലെ യാൻബു തുറമുഖം വഴി റെഡ് സീയിലൂടെ എണ്ണ എത്തിക്കാൻ സൗദി സമ്മതിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് മതപരമായ വൈകാരികതയാണ്. മക്കയുടെയും മദീനയുടെയും സംരക്ഷണം പാകിസ്ഥാൻ തങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്കും US താവളങ്ങൾക്കും നേരെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഹൂതി വിമതർ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഇറാൻ ഈ ആക്രമണം ശക്തമാക്കിയാൽ സൗദിയുടെ എണ്ണ ഉൽപാദനം നിലയ്ക്കും. ഇത് ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $180 വരെ അല്ലെങ്കിൽ $200 വരെ എത്തിക്കാൻ കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാൻ സൗദിക്ക് ഒരു ശക്തമായ സൈനിക സഖ്യം ആവശ്യമാണ്. അമേരിക്കയുടെ പിന്തുണയ്ക്കൊപ്പം പാകിസ്ഥാന്റെ കാലാൾപ്പട കൂടി ചേരുന്നത് സൗദിക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഈ നീക്കം ഒരു വലിയ പ്രകോപനം തന്നെയാണ്. സിസ്താൻ, ബലൂചിസ്ഥാൻ മേഖലയിൽ ഇറാൻ ഇതിനോടകം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോൾ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. പാകിസ്ഥാൻ ഒരേ സമയം 2 യുദ്ധമുഖങ്ങൾ, 2 ഫ്രണ്ട് വാർ നേരിടേണ്ടി വരുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. ഇനി ഈ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഇന്ത്യക്ക് ഇറാനുമായി നല്ല ബന്ധമുണ്ട്. നമ്മുടെ ചാബഹാർ പോർട്ട് പോലെയുള്ള അതുവഴിയുള്ള ബന്ധമുണ്ട്. അതേസമയം സൗദിയുമായി വലിയ സാമ്പത്തിക ഊർജ്ജ ബന്ധവുമുണ്ട്. പാകിസ്ഥാൻ ഈ സംഘർഷത്തിലേക്ക് നേരിട്ടിറങ്ങുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണോ? തീർച്ചയായും.
പാകിസ്ഥാൻ സൈന്യം സൗദിയിൽ വിന്യസിക്കപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സ്വാധീനം വർദ്ധിക്കും. പാകിസ്ഥാൻ സൈനികമായി ഇടപെടുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായും സാങ്കേതികമായും ബദൽ മാർഗങ്ങൾ തേടുകയാണ്. അമേരിക്കയിൽ റിലയൻസ് നടത്തുന്ന റിഫൈനറി നിക്ഷേപങ്ങളും സൗദി വഴി യൂറോപ്പിലേക്ക് ചരക്ക് എത്തിക്കാനുള്ള IMEC ഇടനാഴിയും ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ്. ഇത് ഇന്ത്യയുടെ ലുക്ക് വെസ്റ്റ് പോളിസിക്ക് ചെറിയൊരു തിരിച്ചടിയായേക്കാം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്തത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാതലെന്ന് പറയുന്നത്. ലോകത്ത് വിനിമയം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 20% കടന്നു പോകുന്ന ഈ റൂട്ട് അടഞ്ഞതോടെ ആഗോള സപ്ലൈ ചെയിൻ തകർന്നു. പാകിസ്ഥാൻ സൗദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് ഈ സപ്ലൈ റൂട്ട് സംരക്ഷിക്കുക കൂടിയാണ്. പാകിസ്ഥാൻ നേവി ഈ മേഖലയിൽ പാട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഈ ചരക്ക് കപ്പലുകൾക്ക് ഒരു പരിധിവരെ സംരക്ഷണം നൽകുമെങ്കിലും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ ഗവൺമെന്റ് സൗദിക്ക് പിന്തുണ നൽകുമ്പോൾ മറുവശത്ത് അവിടുത്തെ സാധാരണ ജനങ്ങൾ പട്ടിണിയിലാണ്. ഇന്ധനവില വർധനവ് കാരണം പാകിസ്ഥാനിൽ പണപ്പെരുപ്പം 40% കടന്നിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ സൈന്യത്തെ വിദേശത്തേക്ക് അയക്കുന്നത് രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണമായേക്കാം. പ്രത്യേകിച്ച് ഇറാന് അനുകൂലമായ നിലപാടുള്ള വിഭാഗങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. ഇനിയുള്ള ചോദ്യം, ഈ യുദ്ധം നീണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഒന്നാമതായിട്ട് പെട്രോൾ ഡീസൽ വില കുതിച്ചുയരും. അതുപോലെ ഷിപ്പിംഗ് കോസ്റ്റ് കൂടും. ഇത് കൂടുന്നത് കാരണം ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കും. ലോകത്തെ പ്രധാന വിപണികൾ, സ്റ്റോക്ക് മാർക്കറ്റ്സ് തകർച്ച നേരിടും. ചുരുക്കത്തിൽ നമ്മളൊരു വലിയ ഗ്ലോബൽ റിസഷനിലേക്ക്, അതായത് ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നടന്നു കയറുകയാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് വൻ ശക്തികളും ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പാകിസ്ഥാൻ തങ്ങളുടെ സൈനികരെ സൗദിയിലേക്ക് അയച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ഒരു പരോക്ഷമായ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഇറാൻ കാണുന്നത്. അങ്ങനെ തന്നെ മാറുകയും ചെയ്യും. ഇത് ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പശ്ചിമേഷ്യയിലെ ഈ തീ അണയുന്ന ലക്ഷണമില്ല. പാകിസ്ഥാന്റെ സൈനിക വിന്യാസം സൗദിക്ക് വലിയൊരു ആശ്വാസമാണെങ്കിലും അത് ലോകത്തെ മറ്റൊരു വലിയ വിപത്തിലേക്ക് തള്ളിവിടുമോ എന്ന് നമ്മൾ കണ്ടറിയണം. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു പരീക്ഷണ ഘട്ടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.